ജലീലിൻ്റെ രാജി ഒരു ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതെന്നല്ല. പൊതുജന സമ്മർദ്ദം, പൊതു അഭിപ്രായം ശക്തമായി ഉയർന്നു വന്നതിൻ്റെ പേരിൽ മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ട് രാജിവെച്ചൊഴിയുകയാണ്. മുഖ്യമന്ത്രിക്ക് തൽക്കാലം ജലീലിൻ്റെ രാജി എന്നുള്ള ഒരു ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നടപടിയിലൂടെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം. നല്ല ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ച ഒരു സമീപനമാണ്. തീർച്ചയായിട്ടും നമ്മളതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ 20 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ജലീലിന്റെ രാജി. പിണറായി സർക്കാരിന്റെ 5 വർഷക്കാലത്തിനിടയിൽ രാജിവെക്കുന്ന 5ാം മന്ത്രിയായി അങ്ങനെ ജലീൽ. അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ബന്ധു നിയമന വിവാദത്തിൽ ലോകായുക്ത ഉത്തരവ് വന്നതോടെയാണ് ജലീൽ പിടിവിട്ടത്. ധാർമ്മികത മുൻനിർത്തിയാണ് രാജി എന്ന് അദ്ദേഹം പറയുമ്പോഴും അത് തള്ളി പ്രതിപക്ഷം വിജയാഘോഷം മുഴക്കുന്നുണ്ട്. അവസാന ദിവസങ്ങളിലെ രാജി പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായയെ എങ്ങനെയാണ് ബാധിക്കുക? തുടർഭരണം ഉണ്ടാകുമെന്നും അങ്ങനെയെങ്കിൽ തിരിച്ചെത്താം എന്നും കണക്കുകൂട്ടിയാകുമോ ജലീലിൻ്റെ രാജി? ഇക്കാര്യങ്ങളൊക്കെയാണ് ചർച്ച. സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവ്, യൂത്ത് ലീഗ് നേതാവ് ശ്രീ പി കെ ഫിറോസ്, അദ്ദേഹമാണ് ഈ കേസ് ആദ്യമായിട്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അദ്ദേഹം ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ഒപ്പം ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ കെ എസ് ഹംസ, ഇടത് നിരീക്ഷകൻ ശ്രീ റജി ലൂക്കോസ് എന്നിവരാണ് മറ്റുള്ള അതിഥികൾ. ആദ്യം ഫിറോസിലേക്ക്. ഫിറോസ്, താങ്കളാണ് ഈ വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ആദ്യമായിട്ട്. വലിയ പോരാട്ടം അതിനുവേണ്ടി നടത്തുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. പക്ഷേ ഇതിനിടക്ക് വലിയ തോതിൽ ഫിറോസിന് എതിർപ്പ് നേരിടേണ്ടതായിട്ട് വന്നു. ഈ സൈബർ ഇടങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടായപ്പോഴൊക്കെ വലിയ പരിഹാസത്തിനും താങ്കൾ ഇരയായി. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത്? വലിയ വിജയമായിട്ട് വ്യക്തിപരമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് 100% സത്യത്തിൻ്റെ വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഈ ആരോപണത്തിൻ്റെ യഥാർത്ഥ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അന്ന് ശ്രീ കെ ടി ജലീലും ഇടതുപക്ഷമൊക്കെ ചെയ്തിരുന്നത് ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുക, പരിഹാസങ്ങൾ കൊണ്ട് അപമാനിക്കാനും അപഹസിക്കാനും ശ്രമിക്കുക എന്നതൊക്കെയായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ യൂത്ത് ലീഗിൻ്റെ ഒരു നിലപാട്, നമ്മൾ ഉന്നയിക്കുന്നൊരു വിഷയം മെറിറ്റിലുള്ളൊരു വിഷയമാണ്, അതിനകത്ത് ഒരു ശരിയുണ്ട്, അതിനകത്തൊരു സത്യമുണ്ട്, അതിന് വിജയമുണ്ടാകും എന്നൊരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ പോരാട്ടം നടത്തി, രാഷ്ട്രീയ പോരാട്ടവും നടത്തി. അവസാനം സത്യത്തിന് വിജയമുണ്ടാകുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ലോകായുക്ത വളരെ കൃത്യമായി എന്തൊക്കെ വിഷയമാണ് യൂത്ത് ലീഗ് ഉന്നയിച്ചത്, എന്തൊക്കെ ആരോപണമാണ് യൂത്ത് ലീഗ് ഉന്നയിച്ചത്, ആ ആരോപണം ഒക്കെ ശരിയാണ് എന്ന് പറയുന്നത് ലോകായുക്തയാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയമായ ശരിവെക്കലല്ല, നിയമപരമായി തന്നെ ശരിയാണ് എന്ന് ഒരു നീതിന്യായ സംവിധാനം വിളിച്ചു പറയുന്നതിൽ ഒരു സത്യത്തിൻ്റെ ഒരു വിജയം എന്ന നിലക്ക് വലിയ അഭിമാനമുണ്ട് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. ശരി, ശ്രീ പി കെ ഫിറോസ്, ഇവിടെ പക്ഷേ ഈ ധാർമ്മികതയിലൂന്നിയാണ് തൻ്റെ രാജി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടല്ലോ. അത് എ വിജയരാഘവനും CPM നേതൃത്വമാകെ തന്നെയും അത് ആവർത്തിക്കുകയും ചെയ്തു. നോക്കൂ, ഇവിടെ ലോകായുക്ത ചൂണ്ടിക്കാട്ടി അതുവരെയുള്ളതെല്ലാം ആക്ഷേപങ്ങൾ മാത്രമായിരുന്നു താങ്കളടക്കമുള്ള ആളുകൾ ഉന്നയിച്ചത്. അത് കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് അനുകൂലമായ നില വരികയും ചെയ്തു. പക്ഷേ ആദ്യമായിട്ട് ഒരു സംവിധാനത്തിനകത്ത് നിന്ന് ലോകായുക്തയിൽ നിന്നൊരു ഉത്തരവ് അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അത് ധാർമ്മികതയിൽ ഊന്നിയുള്ളതാണ് എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം തള്ളിക്കളയേണ്ടതാണോ? മന്ത്രിക്ക് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാൻ പോലും അർഹതയില്ല എന്നുള്ളതാണ് ശരി. കാരണം ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം 2018 നവംബർ മാസം 2-ാം തീയതി ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസം രാജിവെക്കണമായിരുന്നു. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധു കെ.ടി. അദീബ് 12-ാം തീയതി, നവംബർ 12-ാം തീയതിയാണ് രാജിവെക്കുന്നത്. അന്നെങ്കിലും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ശക്തമായ നിയമ പോരാട്ടം നടത്തി ലോകായുക്ത ഈ 9-ാം തീയതി അദ്ദേഹം സ്ഥാനത്ത് നിന്ന് ഒഴിയണം, അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് പോലും രാജിവെക്കാതിരിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടാകില്ല എന്നറിഞ്ഞ് നിവൃത്തികേട് കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അപ്പോൾ പോലും അദ്ദേഹം കളവ് പറഞ്ഞുകൊണ്ട് അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. ധാർമ്മികതയുടെ പേരിലാണ് രാജി എന്നൊക്കെ പറയുന്നത്
അദ്ദേഹം സ്വയം ഒരിക്കൽ കൂടി അപഹാസ്യനാവുന്നു എന്നല്ലാതെ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അങ്ങനെ ഫിറോസ് ലീഗും പ്രതിപക്ഷവും ഒക്കെ അങ്ങനെ പറയുമ്പോഴും ഒരു പ്രശ്നമുള്ളത്, അദ്ദേഹത്തിന്റെ രാജി ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ആദ്യത്തെ 2 വരി കഴിഞ്ഞാൽ മുഴുവൻ UDF-നെതിരായുള്ള ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ്. എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങളാണ്. KM ഷാജിയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപ പിടിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾക്കെതിരായിട്ടുള്ള കത്വ കേസിലെ പണ സംബന്ധിയായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ട് അദ്ദേഹം ഒടുവിൽ തനിക്കെതിരായിട്ടുള്ള മാധ്യമ വേട്ടയ്ക്ക് താൽക്കാലിക ശമനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ 50 ലക്ഷം രൂപ പിടിച്ചതും കത്വ കേസും അവിടെ ഉണ്ടായിരിക്കെ KT ജലീലിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നതിൽ നിങ്ങൾക്കൊരു ധാർമ്മിക അവകാശമില്ല എന്ന് ജനം വിചാരിക്കുകയില്ലേ? അല്ല, അതൊക്കെ സ്വാഭാവികമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോഷണം നടന്നു, അതിൻ്റെ തൊണ്ടി മുതലടക്കം മോഷ്ടാവിനെ പിടികൂടി, പിന്നെ ബസ് സ്റ്റാൻഡിലെ പോക്കറ്റടിക്കാരനെ പോലെ മറ്റുള്ളവരെ പോക്കറ്റടിക്കാരനെന്ന് വിളിച്ച് ആക്ഷേപിക്കും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് ബസ് സ്റ്റാൻഡിലുള്ളവർ മുഴുവൻ പോക്കറ്റടിക്കാരാവോ? ആവില്ലല്ലോ. പോക്കറ്റടിക്കാരനാണ്. അദ്ദേഹം എന്ത് വിളിച്ചു പോകുന്നു എന്ന് നോക്കിയിട്ടല്ല ഒരാളെ നമ്മൾ തെറ്റുകാരനാണോ അല്ലെങ്കിൽ അയാൾ ശരിയായ കാര്യമാണോ ചെയ്തതെന്ന് വിലയിരുത്തുന്നത്. ഇവിടെ ജലീൽ 100% തെറ്റ് ചെയ്തു എന്ന് ലോകായുക്ത വിധി പറഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം എന്ത് വിളിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ മുന്നണിയും ഒക്കെ അദ്ദേഹം ആർക്കെതിരെ വിരൽ ചൂണ്ടിയാലും ആ ബാക്കിയുള്ള വിരലുകൾ മുഴുവനും അവർക്ക് നേരെയാണ് തിരിയുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ്. അതുകൊണ്ട് ആരോപണം നേരിടുകയും അത് നീതിന്യായ സംവിധാനം ശരിയാണെന്ന് വിധി പുറപ്പെടുകയും ചെയ്തിട്ട് മറ്റുള്ളവരെ പഴി പറയുന്നുണ്ട് ഒരു കാര്യമില്ല എന്നാണ് വളരെ വിനയത്തോടെ അത്തരം ആളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ശ്രീ ഫിറോസ്, ഇവിടെ ലീഗിനെതിരായിട്ട് അതിശക്തമായിട്ട് ഉയർന്നു വന്ന ആളാണല്ലോ KT ജലീൽ. ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖം എന്ന നിലക്ക് ആണ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ളത്. നിങ്ങളുടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് അതിലെ ഒരു ബുദ്ധിമുട്ട് ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമായതുകൊണ്ട് അദ്ദേഹത്തോട് കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് പോവുക എന്നതുപോലുള്ള കാര്യം ഉണ്ടായിട്ടില്ലേ? ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു സമാഹരണം ആ ഭാഗത്ത് നിന്നുണ്ടായോ? അല്ല, അദ്ദേഹം ഒന്നാമത് ഒരുപാട് കളവുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം യൂത്ത് ലീഗിൽ നിന്ന് തന്നെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ പേരിലാണ്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാവാൻ ശ്രമിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തെ അന്ന് യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ കൺവീനറാക്കി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ അദ്ദേഹം ചെല്ലുന്ന സ്ഥലത്ത് ഒരു സ്വീകാര്യത ലഭിക്കാൻ വേണ്ടി ലീഗിനെതിരെ കുറേ ആരോപണങ്ങൾ അന്ന് ഉന്നയിച്ചു. അന്ന് തുടങ്ങിയ കള്ളപ്രചാരണങ്ങൾ ഈ രാജിവെക്കുന്ന നിമിഷം വരെ അദ്ദേഹം ആവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കരിയറിലെ നാളുവഴികൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് നമ്മൾ പറയാറില്ലേ, ഈ കളവുകളൊക്കെ നമുക്ക് കുറച്ചു കാലമൊക്കെ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയും. പക്ഷേ എക്കാലവും ജനങ്ങളോട് അങ്ങനെ കളവ് പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ കൂടി ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഈ അവസാനം അദ്ദേഹം രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ശരി, ശ്രീ ഫിറോസ്, ഞാൻ ഇടപെടുന്നത് ഈ മറ്റ് അതിഥികളിലേക്ക് കൂടെ പോകേണ്ടതുകൊണ്ടാണ്. എൻ്റെ അവസാനത്തെ ചോദ്യം ശ്രീ ഫിറോസ്, ലീഗിൻ്റെ ഒരു മധുര പ്രതികാരമാണോ ഇത്? വ്യക്തിപരമായിട്ട് താങ്കളുടെ ഒരു വിജയം എന്ന നിലക്ക് അവിടെ ആളുകൾ പറയുന്നതായിട്ട് കണ്ടു. ഇതിപ്പോൾ ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്ന ജലീലിനെതിരായിട്ടുള്ളൊരു മധുര പ്രതികാരം എന്ന നിലക്കാണോ അതിനെ കാണേണ്ടത്? അല്ല, ഇത് മധുരപ്രതികാരം എന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം ലീഗിനെ വിമർശിക്കാൻ ഇപ്പോൾ ആർക്കും അർഹതയും അവകാശവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിനൊന്നുമല്ല, ലീഗ് അങ്ങനെ വിമർശനത്തിന് അതീതമായ പാർട്ടിയൊന്നുമല്ല. പക്ഷേ യൂത്ത് ലീഗ് ഈ വിഷയത്തെ കാണുന്നത് ഒരു സ്വജനപക്ഷപാതം നടത്തി അല്ലെങ്കിൽ ഒരു അഴിമതി നടത്തി, എന്നിട്ട് അധികാരമുണ്ട്, ആൾബലമുണ്ട്, അതിനെ ന്യായീകരിക്കാൻ സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് വെട്ടുകിളി സംഘങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാൻ കഴിയും എന്നൊരു ധാർഷ്ട്യമുണ്ടായിരുന്നു. ആ ധാർഷ്ട്യം തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി കാണുന്നത്. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വിധി നേരത്തെ വന്നിരുന്നുവെങ്കിൽ 2018 നവംബർ 2-ാം തീയതി വിഷയം ഉന്നയിക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരമൊരു വിധി വരികയോ മന്ത്രി രാജിവെക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അതിനുശേഷം നടന്ന ഒട്ടേറെ നിയമനങ്ങളുണ്ട്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളുണ്ടായ, വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ പിൻവാതിൽ നിയമനങ്ങളുണ്ട്. അത്തരം പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടക്കാതെ പോകുമായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും
ഏത് ഭരണകൂടം അധികാരത്തിൽ വന്നാലും ഒരു മന്ത്രി തനിക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം അധികാരത്തിൻ്റെ മറവിൽ എന്ന ഒരു ധാരണ മാറ്റാൻ ഈ വിധി കാരണമായി എന്നത് എല്ലാവർക്കും വലിയ വിജയമാണ്. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ വിജയമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ പി കെ ഫിറോസ്, ഞങ്ങൾക്കൊപ്പം കുറച്ചു നേരം ഇരുന്നതിന് വളരെ നന്ദി. അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ കെ എസ് ഹംസ, ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ആദ്യം താങ്കളിലേക്ക്. ധാർമ്മികതയിലൂന്നിയാണ് രാജി എന്ന് പറയാതിരുന്നുകൂടായിരുന്നോ? അതായത് ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റെന്തെങ്കിലും സംഭവമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുവിനൊരു നിയമനം കൊടുത്തു എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിന്മേൽ നിൽക്കക്കള്ളിയില്ലാതെ രാജിവെച്ചിട്ട് പിന്നീട് അത് ധാർമ്മികതയിലൂന്നിയാണ് എന്ന് പറയുന്നത് ശരിയായോ? അത് സനീഷ്, ധാർമ്മിക എന്നുള്ള വാക്കാണ് ഇന്നലെ ഇന്നുമായിട്ട് കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നതും പി കെ ഫിറോസും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ കക്ഷികളുമാണ്. ഈ ധാർമ്മികത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കേരളം മറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത്. ധാർമ്മികതയെ കുറിച്ച് പറയുകയാണെങ്കിൽ പി കെ ഫിറോസിനോടൊപ്പം ഉന്നയിച്ച കാര്യങ്ങൾ സനീഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം കൈയൊഴിഞ്ഞു. അതായത് ബസ് സ്റ്റാൻഡിലെ പോക്കനടിക്കാരെന്നൊക്കെ പറഞ്ഞ് ഒഴിവായത്. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഓർമ്മയെയും വിവേചന ബുദ്ധിയും പി കെ ഫിറോസിന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പി കെ ഫിറോസ് ആദ്യമായിട്ട് തന്നെ ഈ കേസിന്റെ വിധി വന്നപ്പോൾ വിരൽ ചൂണ്ടിരുന്നത് അദ്ദേഹത്തിന് തന്നെ ജയിലിൽ കിടന്ന MLA ആണ് 153 കോടി രൂപ തട്ടിപ്പ് നടത്തി. സാധാരണക്കാരായ 752 പേരെ തട്ടിപ്പിന്റെ പേരിൽ 90 ദിവസം ജയിലിൽ കിടന്ന MLA. അതുപോലെ തന്നെ 10 കോടി രൂപ വെളുപ്പിച്ചതിന്റെ പേരിലും ഒരു പാലം അപകടകരമായ പണിതതിന്റെ പേരിലും ഇബ്രാഹിം എന്ന് പറയുന്ന MLA അറസ്റ്റിലായി. കൂടാണ്ട് ഇന്നലെ കേരളം ഞടുങ്ങിപ്പോയി. നമ്മളൊക്കെ ഈ ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ മാഫിയ തലവന്മാർ ചില MLA-മാരായിട്ടുണ്ട്, സലീമിനെ പോലുള്ളവരൊക്കെ. അവരെയൊക്കെ ഇപ്പൊ പിടിക്കുമ്പോൾ പോലും കിട്ടാത്ത രീതിയിലുള്ള 50 ലക്ഷം 1/2 കോടി രൂപ ഒരു MLA-യുടെ വീട്ടിൽ നിന്ന് കള്ളപ്പണം പിടിച്ചിരിക്കുന്നു. സാരല്ല, 2 ലക്ഷം രൂപയെ കൂടുതൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ച് കയ്യിൽ വെക്കാൻ പറ്റത്തില്ല. ആ 2 രൂപയ്ക്കും സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണം. നമ്മളൊക്കെ ബാങ്കിങ് നടത്തുവാണല്ലോ. അങ്ങനെയുള്ള ഒരു MLA-യുടെ വീട്ടിൽ 50 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. കൂടാതെ ഇതുവരെ കണക്ക് പുറത്തു വരാത്ത രീതിയിലുള്ള വിദേശ കറൻസികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിരിക്കുന്നു. വിദേശ കറൻസി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അനധികൃതമായിട്ട് സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 60 പവന്റെ സ്വർണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് 40-45 ഗ്രാം സ്വർണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളെ കൊണ്ട് തന്നെ ഇന്ന് രാവിലെ MLA സ്ഥാനം രാജിവെപ്പിക്കില്ലായിരുന്നോ? സാങ്കേതികപരമായിട്ട് അദ്ദേഹം ഒരു MLA ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റു 2 MLA-മാരെ കൊണ്ട് രാജിവെപ്പിക്കണമായിരുന്നു. ഇനി സാക്ഷാൽ പി കെ ഫിറോസിനെ കുറിച്ചുള്ള ഒരു കൊത്ത പെൺകുട്ടിയുടെ കുടുംബസഹായ നിധിയിലേക്ക് ഫണ്ടിന്റെ തട്ടിപ്പ് ആരോപണം പുറത്തു കൊണ്ടുവന്ന CPM-കാരല്ല, ഇടതുപക്ഷക്കാരല്ല, അത് അവരുടെ തന്നെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. ഈ പത്രസമ്മേളനത്തിലൂടെ ഇദ്ദേഹത്തിന്റെ പേര് ആരോപണം ഉന്നയിച്ചത് 33 ലക്ഷം രൂപയാണ്. അവിടെ ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഇടപെടുന്നതിനോട് ക്ഷമിക്കണം, പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ അദ്ദേഹമൊക്കെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലക്ക് മാറ്റിവെക്കേണ്ടതല്ല. ഇതിപ്പോൾ ഒരു മന്ത്രി തന്നെയും അവസാനം വരെയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ട് രാജിവെക്കേണ്ടി വന്നൊരു സാഹചര്യം മുന്നിൽപ്പെട്ട് രാജിവെച്ചു. എന്നിട്ട് ധാർമ്മികത പറയുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. അല്ല, തീർച്ചയായിട്ടും അനീഷിന്റെ ചോദ്യം വളരെ കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈ ധാർമ്മികതയുടെ അളവ് പോലെ വിട്ട് അളക്കേണ്ടത് ഇടതുപക്ഷക്കാരെ മാത്രമല്ലോ, ഇടതുപക്ഷ മന്ത്രിമാരെ മാത്രമാണല്ലോ. ധാർമ്മികത പൊതുരംഗത്തുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ. ധാർമ്മികതയുടെ എന്ത് അതിർവരമ്പോഴാണ് KT ജലീൽ ലംഘിച്ചിരിക്കുന്നത്. KT ജലീലിനെ സംബന്ധിച്ചോളം ഹൈക്കോടതി തള്ളിയൊരു കേസ്, ഹൈക്കോടതി ഇതിനകത്ത് ബന്ധു നിയമനമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി തള്ളി. ഇത് പി കെ ഫിറോസിനോട് തന്നെ ഹൈക്കോടതി താക്കീത് ചെയ്ത് ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷമിക്കണം. എന്താ ഹൈക്കോടതി പറഞ്ഞ്? രാഷ്ട്രീയ പ്രേരിതമായ കേസുകളുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കരുത്. ഇനി വീണ്ടും ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തക്കതായ രീതിയിലുള്ള ശക്ത നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൊരു കേസ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് P. സദാശിവം കേരളത്തിന്റെ ഗവർണർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നേടിക്കൊണ്ട് ഇവര് തന്നെ കൊടുത്ത ആ പരാതിയിൽ ഗവർണർ പറഞ്ഞിരിക്കുന്ന അന്ന് അത് തള്ളിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സനീഷ് അറിയാമല്ലോ. ഒടുവിൽ KT ജലീലിനെ കുറിച്ച് അദ്ദേഹം പൂഴ്ത്തിയത് അറിയാമല്ലോ. ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഗവർണർ മുമ്പിൽ വരരുന്ന അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ. ഇപ്പോൾ ഈ പറയുന്ന തിടുക്കത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ പറയുന്ന ലോകായുക്ത വിധി കൽപ്പിച്ചിരിക്കുന്നു. 2015 ലോകായുക്തയുടെ ഒരു വിവരാകാശത്തിനോട് വെളിപ്പെടുത്തിയ ഒരു വസ്തുതയുണ്ട്. സനീഷ് അറിയാമല്ലോ, ഞങ്ങൾക്ക് മന്ത്രിമാരെ ശിക്ഷിക്കാനും വിധിക്കാനുള്ള അധികാരമില്ല, ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ എന്നുള്ളവരും അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വിവരാവകാശ രേഖയുണ്ട്. ഞാൻ അതുകൊണ്ട് ലോകായുക്തയുടെ കണ്ടെത്തലിനെയൊന്നും ഞാനത് ചെറുതായിട്ട് കാണത്തില്ല. പക്ഷേ 2 വർഷം വരെ പെൻഡിങ്ങിലുള്ള കേസുകൾ മൈൻഡ് ചെയ്യാതെ കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ, അതായത് മേൽക്കോടതി വിധിച്ച ശിക്ഷ കീഴ്ക്കോടതി ക്യാൻസൽ ചെയ്ത പോലെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ വിധി വന്നൊപ്പം തന്നെ അല്ലല്ല അത് പൂർത്തീകരിക്കണം. ഒറ്റ സെന്റൻസേ ഉള്ളൂ. ആ വിധി അവർ വന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ ലെറ്റർ രജിസ്റ്റർ വന്നു.
അത് ഇന്നലെ വന്നു, അത് പരിശോധിച്ചു. അതിന്റെ ആ ധാർമ്മികതയുടെ പേരിൽ ഇത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് രാജിവെക്കണമെങ്കിലും അപ്പർ കോടതി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അദ്ദേഹം സമീപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ധാർമ്മികതയുടെ പേര് രാജിവെച്ചു. അത് ഇടതുപക്ഷത്തെ ഒരു മന്ത്രിമാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം ഇപ്പോൾ നിരത്തിയ ഈ ന്യായങ്ങൾ വിലപ്പോവുന്നതാണോ? ധാർമ്മികതയിലൂന്നിയ രാജിയാണ് എന്ന് ജലീലും ഇടതുപക്ഷ നേതാക്കളും CPM നേതാക്കളും പറയുന്നത് മുഖവിലക്കെടുക്കാൻ സാധിക്കുന്നതാണോ? അല്ല, ഈ ധാർമ്മികതയെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പത്തെ ആശ്രയിച്ചിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ, ജലീലിനെതിരെ ഈ ആരോപണം ഉണ്ടായ 2018 അദ്ദേഹം രാജിവെച്ചിരുന്നു. EP ജയരാജൻ രാജിവെച്ചപ്പോൾ അതിനൊരു ന്യായമുണ്ട്. അദ്ദേഹത്തെ ഒരു കോടതി ശിക്ഷിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ആ സമയത്ത് ഒരു കേസില്ല, അദ്ദേഹത്തിനെതിരെ ശരിയായ രീതിയിലൊരു പരാതി പോലുമില്ല. ഒരാരോപണം ഉയർന്നു വന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ നിയമിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അത് ക്രമവിരുദ്ധമായ രീതിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലൊരു ബാങ്കിൽ നിന്ന് സർക്കാർ സംവിധാനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊടുക്കുന്ന പതിവ് നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ ഒറ്റ കേൾവിയിൽ തന്നെ അതിലൊരു ക്രമവിരുദ്ധമായ കാര്യമുണ്ട്, ക്രമവിരുദ്ധമായ ഒരു നടപടിയുണ്ട്. ഇത് തന്നെയുള്ളൂ ജയരാജന് സംഭവിച്ചു. മാത്രമല്ല, ഇതിന് ഈ ആൾക്ക് നിയമനം നൽകാൻ വേണ്ടി ജലീൽ അവിഹിതമായി ഇടപെട്ടു എന്ന കാര്യവും ഏതാണ്ട് ഫയൽ കൊണ്ട് തന്നെ സ്പഷ്ടമാണ്. ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ ജയരാജൻ രാജിവെച്ച പോലെ അല്ലായിരുന്നെങ്കിൽ മറ്റ് പല ആളുകളും, ഇവിടെ ശശീന്ദ്രൻ രാജിവെച്ച പോലെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ, ഇവരൊക്കെ രാജിവെച്ച എന്തിൻ്റെ അടിസ്ഥാനത്തില്ല, കുവൈറ്റ് ചാണ്ടി എന്തിനാണ് രാജിവെച്ച, അതുപോലെ ഒരാൾ രാജിവെക്കും. അത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ധാർമ്മികത പറഞ്ഞാൽ മനസ്സിലാക്കാം, രാഷ്ട്രീയ സദാചാരത്തിൻ്റെ പേരിൽ. ഇപ്പോൾ ലോകായുക്തയിൽ നിന്ന് മുഖമടച്ച് അടി കിട്ടിയതിന് ശേഷം ആ സമയത്ത് അദ്ദേഹം രാജിവെച്ചെങ്കിലും പറയാം, ലോകായുക്തയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു, ഞാൻ രാജിവെച്ചു. അദ്ദേഹം അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന അവസാനം വരെ അതിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നതിന് ശേഷം നിവൃത്തിയും നിക്കക്കള്ളിയില്ലാത്ത സമയത്ത് രാജിവെച്ചതിന് ശേഷം ഇത് ധാർമ്മികതയാണെന്ന് പറഞ്ഞാൽ അതിലെന്ത് ധാർമ്മികത എനിക്ക് മനസ്സിലാവില്ല. അതായത് രാജിവെച്ച് വളരെ നന്നായി. 4-ാം നാൾ രാജിവെക്കാത്തതിന് ഇന്ന് രാജിവെച്ചാൽ പ്രത്യേകിച്ചൊരു ഗുണമുണ്ട്, ഒരു പുണ്യമുണ്ടെന്നറിയുമോ? ഇന്നോട് റമസാൻ മാസം തുടങ്ങിയിരിക്കുകയാണ്. പുണ്യമാസത്തിൽ രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പരലോകത്തിൽ ചെല്ലുമ്പോൾ കൂടുതൽ പുണ്യം കിട്ടുന്നത്. മിസ്റ്റർ ഹംസ ഈ ചർച്ചയിലുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ കൂടുതൽ പറയും. ഈ റമളാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ പുണ്യകർമ്മത്തിനും പരലോകത്തിൽ ചെല്ലുമ്പോൾ 70,000 ഇരട്ടി അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് 70,000 ഇരട്ടി രാജിവെച്ച ഗുണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഫിറോസിന് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ ഹംസ തന്നെ ആ വഴിക്ക് ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇനി കേൾക്കുന്നവർ ആ വഴിക്ക് ആലോചിക്കണം. അപ്പം ഇന്ന് രാജിവെച്ചുകൊണ്ട് കൂടുതൽ പുണ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയാണ്. ധാർമ്മികത ഉണ്ടെന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. അത് മാത്രവുമല്ല, ലോകായുക്തയിൽ ഉണ്ടായിട്ടുള്ള ഉത്തരവും അതെ, കറക്റ്റ് അത് പല ഭാഷ എന്ന സിനിമയിലെ പോലെയാണ്. ഒരു തടവ് ചൊന്നാൻ 100 വട്ടം ചൊന്ന മട്ട് എന്ന് പറഞ്ഞ, ഞാനിപ്പോൾ അത് പരിഹാസമായിട്ട് പറഞ്ഞല്ലേ, ഇസ്ലാം മതത്തെ അവമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു പുണ്യം അതിനകത്ത് ആകെ ഉണ്ട് എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്, നിയമപരമായിട്ടുള്ള കാര്യം. റജി ലൂക്കോസ് പറഞ്ഞ പോലെ അല്ല. ഇവിടെ ഗവർണറുടെ അടുത്ത് ചോദിക്കുന്ന പ്രോസിക്യൂഷനുള്ള അനുമതിയാണ് ചോദിക്കുന്നത്, ഗവർണർ കൊടുക്കുന്നില്ല. ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി ഫിറോസ് ചെല്ലുന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ പ്രോസിക്യൂഷന് ആദ്യം പരാതി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിട്ടില്ല, പ്രോസിക്യൂഷൻ അനുമതി ഗവർണറോട് ചോദിച്ചിട്ടില്ല, അല്ലാതെ ഇതുമായിട്ട് വന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നടപടി പാലിക്കണം, നടപടിക്രമം പാലിച്ചിട്ടേ വരാവൂ എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു, മാത്രമേ ഉള്ളൂ. ഇവിടെ ലോകായുക്ത ചെയ്തിട്ടുള്ളത് ഈ ഫയലിൻ്റെ കേസിൻ്റെ മൊത്തം ഫയൽ പരിശോധിച്ചതിന് ശേഷം ക്രമവിരുദ്ധമായൊരു കാര്യം ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു അന്തിമ വിധിയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ തന്നെ പറഞ്ഞാണ്. ശ്രീനിവാസൻ എന്നൊരു മന്ത്രി ഉണ്ട്, എക്സൈസ് മന്ത്രി, കരുണാകരൻ്റെ മന്ത്രിസഭയിലാണ്. അന്ന് ലോകായുക്തയിൽ അഴിമതി നിരോധന കമ്മീഷനാണ്. അഴിമതി നിരോധന കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ കരുണാകരൻ ഈ ശ്രീനിവാസനെ വിളിച്ച് രാജിവെപ്പിച്ചു. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ രീതി. അത് കരുണാകരനാണ്, ശ്രീനിവാസനാണ്, എന്നിട്ട് പോലും നടന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുമല്ലല്ലോ. ഇവിടെ നീലോവിദാസ് നാടാൻ രാജിവെച്ച് നമുക്കറിയാൻ പാടില്ല. നളിനി ഏറ്റവും വെറുതെ ഒരു പരാതി എഴുതി കൊടുത്തോളൂ, അപ്പം തന്നെ നായനാർ നീലനെ വിളിച്ച് രാജിക്കത്ത് മേടിച്ചു. നമ്മുടെ TU കുരുവിള എങ്ങനെയാണ് രാജിവെച്ചത്? PJ ജോസഫ് എങ്ങനെയാണ് രാജിവെച്ചത്? അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ലോ, സെക്കൻഡ് വെച്ച് രാജിവെച്ചു പോയി. ഇവിടെ സംഭവിക്കേണ്ടിരുന്നത് അത് തന്നെയാണ്. ഈ പരാതി ഇപ്പോൾ EP ജയരാജൻ രാജിവെച്ചത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. 7 ദിവസം കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. 8-ാം ദിവസം ജയരാജൻ രാജിവെച്ച് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അതാണ് സാധാരണ പതിവുള്ളത്. ഇവിടെ ജലീലിന് മാത്രം ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹം രാജിവെച്ചത് നന്നായി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. രാജിവെച്ചില്ലായിരുന്നെങ്കിൽ കൂടുതൽ വഷളാകുമായിരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കളിലേക്ക്. ശ്രീ KS ഹംസ, ഇവിടെ അതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഇവിടെ ശ്രീ റജി ലൂക്കോസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ സംഭവം ലോകായുക്തയുടെ ഉത്തരവ് വരുന്നത് പിന്നീട് അതിനുശേഷം ഒട്ടും വൈകാതെ, എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും എടുക്കാതെ നടപടികളിലേക്ക് കടന്നില്ലേ, തീരുമാനത്തിലേക്ക് പോയില്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരില്ലേ?
ശ്രീ ഹംസ. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ ഫയൽ എത്തിയ ഉടനെ മുഖ്യമന്ത്രി ഈ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി എന്നർത്ഥം. അതുവരേക്ക് അദ്ദേഹത്തിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ധാർമ്മികത എന്നൊക്കെ അവിടെയൊക്കെ വരാമായിരുന്നു. അതിനൊന്നും അവസരം കിട്ടിയില്ല. അപ്പം അവസാനം അദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി എന്നതാണ് അതിന് യാഥാർത്ഥ്യം. ഇവിടെ ധാർമ്മികത എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരുപാട് മേഖലകളിൽ ഇതിന് ധാർമ്മികതയാവായിരുന്നു. ഇപ്പോൾ ഈ ധാർമ്മികത അനവസരങ്ങളിൽ ഉപയോഗിച്ച് അർത്ഥശോഷണം സംഭവിച്ച ഒരു വാക്കായി മാറി. ഇവിടെ ഈ ധാർമ്മികതയുണ്ട്, ശരിക്കും ധാർമ്മികതയുടെ വിജയമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ധാർമ്മികതയുടെ പേരിലുള്ള രാജിയല്ല, ധാർമ്മികതയുടെ വിജയമാണ് എന്ന് പറയാം. അതുപോലെ ധാർമ്മികതയുടെ പേരിലൊരു വിധിയായിരുന്നു ലോകായുക്തയുടെ എന്ന് വേണമെങ്കിൽ പറയാം. ധാർമ്മികത ഒട്ടും ഇല്ലാതിരുന്നത് ശ്രീ കെ ടി ജലീലിനുമായിരുന്നു, പിണറായി വിജയനുമായിരുന്നു. അദ്ദേഹത്തിന് ധാർമ്മികത ഉണ്ടെങ്കിൽ ഇതിനു മുമ്പേ ആവാമായിരുന്നു. ഇങ്ങനൊരു ഫയല് ഇത്രയും മുറവിളി കൂട്ടിയിട്ടും മാത്രമല്ല എല്ലാ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് പോലും ഈ ഒരു ഫയൽ വരാൻ ഒരു ഉത്തരവാദപ്പെട്ട ഡയറക്ഷൻ കിട്ടുന്നതിന് വരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു മാച്ച് അവസാനിക്കാൻ സമയത്ത് വിക്കറ്റ് കൊഴിഞ്ഞു പോയ പോലെ ഈ അവസ്ഥ വളരെ മോശമായൊരു പ്രതിച്ഛായ ഈ ഗവൺമെൻറ് ഉണ്ടാക്കി. നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 മന്ത്രിമാരാണ് വിവിധ ഘട്ടങ്ങളിലൂടെ രാജിവെച്ചിട്ടുള്ളത്. അതിൽ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ അവരെ സംഘടനാപരമായ പ്രശ്നം കൊണ്ട് രാജിവെച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ആരോപണ വിധേയരായി രാജിവെച്ച മന്ത്രിമാരാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ളത് നാട്ടിയത് വളഞ്ഞാൽ നിഴലും വളയും എന്നാണ്. മുഖ്യമന്ത്രിയാണ് ഇവിടെ പ്രശ്നം. ഈ ഫയലിൽ മുഖ്യമന്ത്രിയാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ധാർമ്മികത എന്നൊരു പദം ഉപയോഗിക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത്. കാരണം ഈ ഫയൽ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇടതുപക്ഷം ധാർമ്മികത എന്നത് വളരെ ആത്മാർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു പദമാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് ബാധകമാണ്. അദ്ദേഹം ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കേണ്ടത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ കെ എസ് ഹംസ താങ്കളിലേക്ക്. ശ്രീ രജി ലൂക്കോസ്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഇതിപ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല എന്നാണ് പ്രതിപക്ഷത്തുള്ള ആളുകളെല്ലാം പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത് എന്ന് ഈ പറയുന്ന ലോകായുക്ത തന്നെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന, കുറ്റമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ നിയമനത്തിനുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയതിൻ്റെ താഴെ മുഖ്യമന്ത്രിയുടെ കൂടെ ഒപ്പുണ്ട് എന്നത് പ്രധാനമായും ഒരു വിഷയമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം, മറ്റുള്ളവരിലേക്കും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആ ചോദ്യത്തിന് ഉത്തരം വേണം. സുരജ് ലൂക്കോസ്, ഞാൻ വരാം. കഥകൾ നിങ്ങളുടെ ആഭരണം. അല്ല, അവർക്കിപ്പോ അങ്ങനെ എന്തെല്ലാം പറയാം. മുഖ്യമന്ത്രിയെ കള്ളക്കടത്തുകാരെന്ന് വിളിച്ചില്ലേ, മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തുകാരനും കള്ളക്കടത്തുകാരെന്നും പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയെ? അതെന്ത് തെളിവിന്റെ പേര് അവർ പറഞ്ഞത്? കേരളത്തിലെ ഈ രാജ്യത്തെ 4-5 അന്വേഷണ ഏജൻസികൾ വട്ടം കറങ്ങി 9 മാസം എന്താ പറയാ അന്വേഷിച്ചിട്ടും ഈ പറയുന്ന സാക്ഷാൽ കെ ടി ജലീലിന്റെ പേര് പോലും അവർക്ക് കോടതി കൊടുത്ത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കള്ളക്കടത്തുകാരെന്ന് പരസ്യമായിട്ട് വിളിച്ചേക്കെ ഈ രാജ്യത്തിന്റെ തന്നെ മലയാളികളുടെ അഭിമാനത്തെ എന്താ പറയാ അഭിമാനം ഉണ്ടെങ്കിൽ അവരെങ്ങനെ പറയോ? നാണം കെടുത്തി വരില്ല ഇവർ. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി അതിനകത്ത് കുറ്റവാളിയാണെന്ന് ഇവരൊക്കെ പറഞ്ഞതിന് അർത്ഥമിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സനീഷിനോട്. കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ ലോക്പാൽ ഈ വിധി വന്ന ഉടനെ രാജിവെച്ചു ഇല്ലല്ലോ. ആ ലോകായുക്തയുടെ ജഡ്ജിക്ക് വരെ ജീവന ഭീഷണി ഉണ്ടായി. അല്ല ശ്രീ രജി ലൂക്കോസ്, അതല്ലല്ലോ നമ്മുടെ കേരളത്തിലെ ഒരു ധാർമ്മികതയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു ധാർമ്മികതയും ആ നിലക്കുള്ളതല്ലോ. അത് കാണണ്ടേ? ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ച പോലെ മുൻകാല ചരിത്രം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ രാജിവെക്കുക എന്നതല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ ലോകായുക്ത എന്ന് പറയുന്ന ഒരു പൂർണ്ണ അധികാരമുള്ള ഒരു ജുഡീഷ്യറി ഒന്നുമില്ല. അതൊരു അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ ഞാനിപ്പോൾ സൈറ്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് അതിന്റെ ശരിയും. അതിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ള എല്ലാ അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിനോട് ശ്രമിച്ചത് മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, ഇവിടെ നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞു വേറെ ഒരു പ്രതിവാദം ഉണ്ടായിട്ടില്ല, അവര് പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി മാത്രം വന്നാൽ അത് നിയമപരമായിട്ട് വരണമെന്ന് അല്ല. അതിനകത്ത് ആ വിധിന്യായത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഇദ്ദേഹം സ്വജനപക്ഷപാതപരമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അഴിമതി കാണിക്കത്തില്ല എന്ന് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സനീഷ, നിങ്ങളൊക്കെ നിങ്ങൾ മറച്ചു വെക്കുന്നത്. അപ്പൊ അതിൽ നിന്നാ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ അധാർമികതയുടെ വലിയ രീതിയിലുള്ള ഒരു ചെയിൻ ഓഫ് അധാർമികത കാണിച്ചിട്ടുള്ള UDF സംബന്ധിച്ചോളം ഈ ജലീലിന്റെ ഇന്ന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന രാജിയുടെ
ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ അവർക്ക് എന്തൊരു അവകാശം? PK കുഞ്ഞാലിക്കുട്ടിയുടെ ചരിത്രം എടുക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ 2 പേരും കൂടെ ഉന്നയിച്ചിരുന്നു. നിങ്ങൾ ആരും ഷാജി MLA കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. എന്നുള്ള ചെയ്യാത്ത കേരളം ഞടുങ്ങിയിട്ടുള്ള കണ്ടെത്തലല്ലേ വന്നിരിക്കുന്നത്? നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അത് പ്രസക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ശ്രീ KS ഹംസ ഇത്തരമൊരു സന്ദർഭത്തിൽ ധാർമ്മികത ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ നിയമപരമായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇനിയും കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തുടർഭരണം തങ്ങൾക്ക് കിട്ടും. ഇടതുപക്ഷമാണ് വീണ്ടും സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നത്. തുടർഭരണം വരികയാണെങ്കിൽ അപ്പോൾ മന്ത്രിയാകാം. അപ്പോഴേക്ക് ശ്രീ EP ജയരാജൻ പിന്നീട് തിരിച്ചു വന്നതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഉണ്ടാവുക എന്നൊരു തോന്നലും പ്രതീക്ഷയുമാണ് ജലീലിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉള്ളതെങ്കിൽ ആത്യന്തികമായിട്ട് ഈ രാജിവെക്കുക എന്ന ധാർമ്മിക ബാധ്യത കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും വിജയിക്കുകയല്ലേ ചെയ്യുക? അഡ്വക്കേറ്റ് ജയശങ്കർ. അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ ഒരു ഫൈൻഡിങ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നോ ഗവർണറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ ഈ ജഡ്ജ്മെൻ്റ് എല്ലാം വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ചർച്ചയിൽ ഈ വിഷയം കാര്യമായിട്ട് ചർച്ച ചെയ്തതുമാണ്. അന്ന് ഈ കാര്യം സെറ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഇപ്പം ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ? പിന്നെ ലോകായുക്തയുടെ ആവശ്യം എന്താണ്? ലോകായുക്ത എന്ന് പറഞ്ഞാൽ അഴിമതി നിരോധന കമ്മീഷൻ്റെ ഇപ്പോഴത്തെ രൂപമാണ്. അത് ഇവരുടെ ജോലി അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുക, അതിൽ കഴമ്പുണ്ടോ എന്ന് ബോധ്യപ്പെടുക. ഉണ്ടെങ്കിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ, ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളല്ല ശുപാർശകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളത് ആ ജോലിയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി അവരുടെ ഫൈറ്റിങ് തെറ്റാകുകയാണെങ്കിൽ, തെറ്റാകുന്നതിൽ നമുക്കൊരു വിരോധമില്ല, തെറ്റാകാൻ സാധ്യതയുണ്ട്, മനുഷ്യരല്ലേ. സുപ്രീം കോടതിയുടെ വിധികൾ പോലും തെറ്റാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ ലോകായുക്തയുടെ വിധി എല്ലാം തികഞ്ഞ വിധിയാണ് എന്ന് ആർക്കും ബാധിക്കാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും അതിനെതിരെയും അപ്പീലിൻ്റെ വ്യവസ്ഥയില്ല. പക്ഷേ റിട്ട് ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാം. ജലീൽ സമീപിച്ചിട്ടുണ്ട്, സമീപിക്കണം, നിശ്ചയമായിട്ട് സമീപിക്കണം. പക്ഷേ ആ വിധി ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ചെയ്ത് കിട്ടുന്നത് വരെ ഞാൻ മന്ത്രിയായിട്ട് തുടരും എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അദ്ദേഹം ആ ലോകായുക്തയുടെ തീരുമാനം വന്നപ്പോൾ തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. ഞാനതാ പറഞ്ഞത്. ലോകായുക്തയുടെ തീരുമാനം വന്നു, അദ്ദേഹം രാജിവെക്കണം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിക്കണം. ഹൈക്കോടതി ഈ ലോകായുക്തയുടെ വിധി തെറ്റാണ്, അസംബന്ധമാണ്, ഇത് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് അത് അസ്ഥിരപ്പെടുത്തിയാൽ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൂ. ശ്രീ ജലീലിനെ കുറ്റക്കാരനായിട്ട് കാണുന്ന ആർക്കും നിർബന്ധമുള്ളത്? എനിക്കൊരു നിർബന്ധമില്ല. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം ദുർദോഷിയാണ്, ലോകായുക്തയുടെ വിധിക്ക് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ വിധിക്കേണ്ടതുമാണ്. പക്ഷേ അങ്ങനെ വിധി വരണവരെ അദ്ദേഹം മാറി നിൽക്കണമല്ലോ, അത് മാന്യതയല്ലേ. അദ്ദേഹത്തിനെതിരെ ഒരു വിധി വന്നിരിക്കുന്നു. ഇവിടെ യെദ്യൂരപ്പയുടെ കാര്യം സൂചിപ്പിച്ചു. യെദ്യൂരപ്പയുടെ കാര്യത്തിൽ ഇങ്ങനെയല്ല സംഭവിച്ചത്. അവിടുത്തെ ലോകായുക്തയ്ക്ക് ഇതിനേക്കാൾ അധികാരമുണ്ട്. അവിടെ സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്ത മറ്റൊരു ജഡ്ജിയായിരുന്നു ആ ലോകായുക്ത, സന്തോഷ് ഹെഗ്ഡെ എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭനായ ജഡ്ജിയാണ്. ഇദ്ദേഹം സിറിയക് ജോസഫും സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്ത ആൾ തന്നെയാണ്, ചെറിയ ആളൊന്നുമല്ല. സന്തോഷ് ഹെഗ്ഡെയുടെ വിധി പ്രകാരം ഈ യെദ്യൂരപ്പയെ നേരെ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അദ്ദേഹത്തെ എഴുന്നേപ്പിച്ച് പരപ്പന അഗ്രഹാര ജയിലിൽ കൊണ്ടുപോയിടുകയത്. പക്ഷേ ആത്യന്തികമായിട്ട് എന്ത് സംഭവിച്ചു? ആ സന്തോഷ് ഹെഗ്ഡെയുടെ ഉത്തരവ് കർണാടക ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തിയെന്ന് മാത്രമല്ല, അങ്ങനെ വിധി കൽപ്പിക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല എന്ന് കൂടി പറഞ്ഞു കളഞ്ഞു. അങ്ങനെ യെദ്യൂരപ്പ വീണ്ടും വെള്ളപൂശി രംഗത്ത് വന്നു. അദ്ദേഹം പിന്നെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അദ്ദേഹം പിന്നെയും ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ജലീൽ ഇനി നിർദോഷിയാണെന്ന് ആളെ കേരള ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ കണ്ടെത്തുകയാണെങ്കിൽ നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുമാണ്. പക്ഷേ അതുവരെ അദ്ദേഹം മാറി നിൽക്കാന്നുള്ളത് വളരെ പക്ഷേ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ. അതായത് ഇവിടെ ഈ ബന്ധു നിയമനം എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം രാജിവെച്ചു, താങ്കൾ പറഞ്ഞ പോലെ രാജിവെക്കേണ്ടത് തന്നെയാണ്, ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു ടെക്നിക്കലി അഴിമതി എന്ന് പറയാവുന്ന അത്ര വലുപ്പമുള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ ഈ ഘട്ടത്തിലും അതിനെ കാണേണ്ടതുണ്ടോ എന്ന് മാത്രമല്ല, UDF സർക്കാരൊക്കെ ഉള്ള കാലത്ത് അവരുടെ ആളുകളെല്ലാം പരമാവധി ആളുകളെ നിയമിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നും ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ തരത്തിലുള്ളൊരു ആശ്വാസ നിലപാട് കൂടെ ജലീലിൽ ഉണ്ടാവുകയില്ലേ ഈ രാജിവെക്കുമ്പോഴൊക്കെ? അത് വസ്തുതാപരവുമായിരിക്കില്ലേ? അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ പറയും UDFകാരെല്ലാവരും പുണ്യവാളന്മാരാണെന്നോ മാലാഖമാരാണെന്നോ ജനിച്ച പിന്നെ ഒരു അഴിമതി നടത്താത്തവരാണെന്നോ ഒരു വാദം എനിക്കില്ല. എനിക്കെന്നല്ല UDFകാർക്ക് തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ആളുകളും അവരുടെ സ്വന്തക്കാരെ പല സ്ഥലത്തും നിയമിച്ചിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ EP ജയരാജൻ ഒരു ഭാര്യ സഹോദരിയുടെ മകനെ നിയമിച്ചപ്പോൾ കൃത്യസമയത്ത് ആളുകൾ ചൂണ്ടിക്കാണിച്ചു, ഇയാൾ ഭാര്യ സഹോദരിയുടെ മകനായ ഇന്ന ആളെ നിയമിച്ചു, അയാൾക്ക് വേണ്ടത്ര യോഗ്യതയില്ല, അയാളെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിയമിച്ചത് എന്ന് പറഞ്ഞു.
അദ്ദേഹം ജോലിക്ക് ജോയിൻ ചെയ്യുക പോലും ചെയ്തില്ല. പക്ഷേ എന്നിട്ടും വലിയ വിവാദം ഉണ്ടായി, അദ്ദേഹം രാജിവെച്ചു. അങ്ങനെയല്ല സംഭവിച്ചത്. ഇത് ഇടതുപക്ഷക്കാർക്ക് ചെയ്യാമായിരുന്നു. UDFകാർ സ്വന്തക്കാരെ നിയമിക്കുമ്പോൾ അവർക്കും ലോകായുക്തയിൽ പോകാമായിരുന്നു, അവർക്കും കേസ് കൊടുക്കാമായിരുന്നു, അവർക്കും തർക്കം ഉന്നയിക്കാമായിരുന്നു, മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാമായിരുന്നു, ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് രാജിവെപ്പിക്കാമായിരുന്നു. ഇവിടെ റജി ലൂക്കോസ് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു FIR അന്നും ഇല്ല, ഇന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പോലീസ് കംപ്ലൈൻ്റ് ഇല്ല. ഉണ്ടായിരുന്ന പോലീസ് കംപ്ലൈൻറ്റ് തന്നെ ഇടതുപക്ഷക്കാർ ഭരിക്കുമ്പോൾ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ കംപ്ലൈൻറ്റ് തന്നെ ഇല്ലാതെയുമേ ചെയ്തു. അദ്ദേഹത്തിനെതിരെ ഒരു കേസും ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം രാജിവെച്ചില്ലേ? അതെന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായ ആരോപണം അത്ര കഠിനമായിരുന്നു, അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് വന്നു. പലപ്പോഴും അങ്ങനെ സംഭവിക്കും. ഒരു കേസും വേണമെന്നില്ല. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൻ്റെ നിയമം എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ടല്ല രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നടക്കുക. കുഞ്ഞാലിക്കുട്ടി രാജിവെക്കേണ്ടി വന്നു, കേസുണ്ടായിട്ടല്ല, കേസില്ലാഞ്ഞിട്ടും രാജിവെക്കേണ്ടി വന്നു. അതാണത്. അത് വളരെ കൃത്യമായിട്ടില്ല. ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ജയശങ്കർ താങ്കളിലേക്ക്. അങ്ങനെ ശ്രീ KS ഹംസ, അത് വസ്തുതാപരമാണ്. അതായത് ഈ പറയുന്ന കേസ് ഇല്ലെങ്കിലും ഈ ആരോപണങ്ങൾക്ക് ഒരുപക്ഷെ വേണ്ട കനമില്ലെങ്കിലും ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, ജനപ്രതിനിധികൾ ഒരുപക്ഷെ ആ സ്ഥാനത്ത് നിന്ന് ഈ സംശയം തീരുന്നത് വരെ മാറി നിൽക്കണം എന്ന തീരുമാനമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുകയാണ് എന്നതായിരിക്കും ഞാൻ ധാർമ്മികമായ നിലപാടിലൂന്നിയാണ് രാജിവെക്കുന്നതെന്ന് പറയുമ്പോൾ ജലീലിൻ്റെ ധൈര്യം. ശ്രീ ഹംസ, ഇതേ ദിവസം നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ജലീലിൻ്റെ രാജി തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ശ്രീ റജി ലൂക്കോസ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പരിഗണിക്കാതെ പോകാനാകുമോ? നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് എന്താണ് ധാർമ്മിക അവകാശം എന്ന ചോദ്യം കുറെ കൂടെ പ്രസക്തമായിട്ട് വരികയല്ലേ ചെയ്യുക? നിങ്ങളുടെ ഒരു MLAയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപ, 1/2 കോടി രൂപ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ അത്? അപ്പോൾ നിങ്ങൾ ധാർമ്മികതയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുന്നത് ജലീലായതുകൊണ്ടാണ്, ജലീൽ നിങ്ങൾക്ക് വിരോധമായിട്ട് കുറേ കാര്യങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യുന്നയാളാണ് എന്നതുകൊണ്ടല്ലേ നിങ്ങളുടെ ഈ ധാർമ്മികതാ ബോധം ഇത്രക്ക് വലുതായി കാണുന്നത്? സനീഷ്, ആദ്യമായി ജലീൽ എന്ന വ്യക്തിയെ, ഞങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു വിരോധമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം വ്യക്തിപരമായി വിദൂഷിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരു ശവത്തിൽ കുത്തുന്ന പോലെയുള്ള പദപ്രയോഗങ്ങളൊക്കെ വിട്ടു നിൽക്കണമെന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് പോലും മിസ്റ്റർ സനീഷ്. അതുകൊണ്ടുകൂടി ഞാൻ പറയട്ടെ. പക്ഷേ അദ്ദേഹത്തിന് അപാകത സംഭവിച്ചില്ലേ? അദ്ദേഹം എത്ര കുറ്റത്തിൻ്റെ ആ ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ട് എന്നൊക്കെ കൂടെ ചർച്ച ചെയ്തു. ഗ്രാവിറ്റിയുടെ വിഷയം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആദ്യം തെറ്റ് എത്രയാണ്, അഴിമതി എത്രയാണ്, അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിന് കാര്യക്ഷമതയുടെ കുറവുണ്ടായിട്ടില്ലേ? അതാണ് ഇവിടുത്തെ വിഷയം. ഒരു മന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത്, ഉത്തരവാദപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ചില മര്യാദകൾ മാത്രമല്ല, ചില നിബന്ധനകളും ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് പാലിക്കുന്നതിൽ അദ്ദേഹത്തിന് കുറ്റകരമായ അനാസ്ഥ സംഭവിച്ചു എന്നതാണ് ഇവിടെ കാര്യമായ വിഷയം. ഇതിനു മുമ്പ് പലരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഈ ബന്ധു നിയമനവും കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് എപ്പോഴും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണെന്ന് മറച്ചു വെക്കുന്നില്ല. ഞങ്ങളുടെ ഭരണം വരുമ്പോഴും LDF ഭരണം വരുമ്പോഴൊക്കെ ബന്ധു നിയമനങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് പക്ഷേ ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിൽ നിയോഗിക്കുമ്പോൾ, നിയമനം നടത്തുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ആ മര്യാദകൾ പാലിക്കാതെ പോയതാണ് ഇതിൽ അപകടം. മര്യാദ ശ്രീ KS ഹംസ, അതായത് നിങ്ങളടക്കമുള്ള ആളുകൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ താങ്കൾക്ക് മറിച്ചൊരു അഭിപ്രായം പറയാനാവുകയില്ല എന്ന് എനിക്കറിയാം. UDFന്റെ കാലത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ അവരുടെ ബന്ധുക്കളെ നിയമിക്കാറുണ്ടെന്ന കാര്യം തള്ളിക്കളഞ്ഞു പോകാൻ പറ്റില്ല. ഒന്നൊരു വിശുദ്ധ മാസത്തിന്റെ തുടക്കമൊക്കെയാണ്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു പോകാൻ സാധിക്കില്ല. താങ്കളത് പറഞ്ഞിട്ടുമില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം എന്തോ വഴിതെറ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതാണ് അദ്ദേഹം മാത്രമായിട്ട് ചെയ്ത കുഴപ്പം. എന്താണ് ഈ ഒരല് വിഴുകുമ്പോഴും വിരലുണ്ടെങ്കിലും മറക്കാന്ന് പറയും സനീഷ്. ഈ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തെ ചില കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് കാര്യക്ഷമതയുടെ കുറവ് വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അവിടെയാണ് അപകടം വന്നത്. അതായത് അദ്ദേഹം അത് മറച്ചു ചെയ്തില്ല, അക്കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. എന്താണ് നിങ്ങളുടെ പരാതി? അല്ലേ? അദ്ദേഹം ഒരു ശുദ്ധ ഹൃദയമാണ് തോന്നുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നിടത്തോളം പിണറായി വിജയൻ അദ്ദേഹത്തെ മറയാക്കി മാറ്റിയാണ്. അല്ലല്ല ശ്രീ KS ഹംസ, അതായത് ഈ പഴുതടച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് ശേഷി കാണിച്ചില്ല എന്നതാണ് താങ്കൾ അദ്ദേഹത്തിൽ കാണുന്ന ഒരു പിശക്. അത് ശരിയാണെന്ന് തന്നെ എനിക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെ ഞാൻ പറയട്ടെ, പിണറായി വിജയൻ അദ്ദേഹത്തെ കരുവാക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായി. മാത്രമല്ല ജനരോഷമുണ്ടായി, അതിനുശേഷം കൊലപാതകങ്ങളുണ്ടായി, എന്തെല്ലാം രാജ്യത്ത് ഉണ്ടാക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് നിന്ന് ഒന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഇതിന്റെ മറവിലായി. മാത്രമല്ല പിണറായി വിജയൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു നെപ്പോട്ടിസം ഒരു കേസാണല്ലോ ഇപ്പൊ നടക്കുന്നത്.
ഇതിന് പിണറായി വിജയനും കൂടി ഉണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരേണ്ടതാണല്ലോ. അദ്ദേഹം ആ ഫയലിൽ ഒപ്പിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ധാർമ്മികത എന്ന വാക്ക് നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞു ഞങ്ങൾക്ക് ബാധകമാണോ ചോദിച്ചു. ഞങ്ങൾ ധാർമ്മികത എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പോലുമില്ല. ധാർമ്മികത എന്ന വാക്ക് ഇപ്പോൾ ഉപയോഗിച്ചത് കെ ടി ജലീലും ഇടതുപക്ഷമാണ് ഉപയോഗിച്ചത്. ഞങ്ങൾ ധാർമ്മികതയുടെ ഭാഗത്ത് രാജിവെക്കുന്നുള്ളത് ഞങ്ങൾക്ക് ബാധകമല്ലാതെ ഞങ്ങൾ അതിനെ വേറെ രീതിക്ക് പറയണേ. ഞാൻ പറയുന്നത് ധാർമ്മികത എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയന് ബാധകമാണ്. അദ്ദേഹം രാജിവെച്ചിട്ട് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു എന്ന് പറയണം. മറ്റത് ഒരു നിർദ്ദേശം വന്നപ്പോൾ, ഒരു ശുപാർശ വന്നപ്പോൾ ആ ശുപാർശ നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായപ്പോൾ നിർബന്ധിതനായ സമയത്ത് മാത്രം നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രി ആ പാർട്ടിയും പറയണോ ധാർമ്മികതയുടെ പേരിൽ എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണുള്ളതെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ശ്രീ റെജി ലൂക്കോസ്, അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് നിങ്ങൾ ഈ ധാർമ്മികത എന്ന് വലിയ വായിൽ പറയുകയും അതിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പിന്നെ നിങ്ങളത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം ശ്രീ റെജി ലൂക്കോസ്. മുഖ്യമന്ത്രി വളരെ കൗതുകരമായ ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട ഹംസ പറഞ്ഞത്. ധാർമ്മികത എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിക്കത്തില്ല എന്ന്. കാരണം അതിന് ഉള്ള യോഗ്യത നിങ്ങൾക്കില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ച് ശുദ്ധഹൃദയനാണെന്ന് തോന്നുന്നു. കാരണം ജലീലിനെ ശത്രുത ഇല്ലാന്ന് പറയും. പക്ഷെ ജലീലിനോടുള്ള നിങ്ങളുടെ പ്രഖ്യാപിതമായ ശത്രുത വളരെ എസ്റ്റാബ്ലിഷ്ഡാണ്. കേരളത്തിലെ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ സമരനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് 18,000-അടുത്ത് വോട്ടിന് പരാജയപ്പെടുത്ത കാലം മുതൽ അത് ലീഗിൽ നിന്നും ആ ലീഗിന്റെ അധാർമികതയെ ചോദ്യം വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ച കാലം മുതൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ശത്രുത വളരെയധികം എസ്റ്റാബ്ലിഷ് ആണ്. ഹംസയെ പോലുള്ള അപൂർവം ചില ആൾക്കാർക്ക് അത് ഇല്ലായിരിക്കാം. അതിപ്പോ ഈ ചർച്ചയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ബഹുമാനപ്പെട്ട ഹംസ എന്ന് മനസ്സിലാക്കണം, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇവിടെ പങ്കെടുത്ത പി കെ ഫിറോസ് ധാർമ്മിക എന്നുള്ള വാക്ക് തന്നെ ആ 6 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് 1 ഡസൻ പ്രാവശ്യം ഉപയോഗിച്ചു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ ധാർമ്മികത അളക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ചുവരിൽ ചാരിക്കൊണ്ടാണോ? നിങ്ങളും ഇവിടെ ഒരു മുന്നണിയാണ്, കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചിട്ടുള്ള ഒരു മുന്നണിയാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത ധാർമ്മികക്കൊന്നും മലയാളത്തിൽ യാതൊരു തരത്തിൽ അർത്ഥമില്ലേ? നിങ്ങൾക്ക് ആ അളവ് ഒരു ബാധകമല്ലേ എന്നുള്ള ഒറ്റ ചോദ്യം ഉണ്ട്. പക്ഷെ അപ്പോഴും ഇടതുപക്ഷം വേറിട്ട് നിൽക്കുന്നതാണെന്നൊരു ചോദ്യം നിങ്ങൾ ഉന്നയിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞതിനകത്ത് ഒരു ഭേദഗതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അത് നെറ്റി നോക്കി. അതായത് അത് പൂർത്തീകരിക്കണം, അല്ലാതെ തെറ്റിദ്ധാരണ വരും. സാറിന് പൊതുവെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തെറ്റാറില്ല. എങ്കിലും ഞാൻ പറയുന്നു, യെദ്യൂരപ്പയുടെ പേരിൽ ലോകായുക്ത വിധി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം രാജിവെച്ച് ജയിലിലേക്ക് പോകേണ്ട വന്നത്. അത് വളരെ ആധികാരികമായിട്ട് തന്നെ ഞാൻ പറയുന്നു. അത് ഒരു തർക്കമില്ല കാര്യത്തിൽ. അത് നമ്മളിവിടെ ചർച്ചയാണ്. ആ ജഡ്ജിക്ക് ഒരു ഭീഷണി വന്നവരും ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ബി.ജെ.പിയുടെ ഒരു വന്നിരിക്കുന്ന തെറ്റിനെ നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ കെ ടി ജലീലിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കേസെടുത്ത് തീർപ്പ് കൽപ്പിച്ചത് വളരെ ചുരുക്കിയ സമയം കൊണ്ടാണ്. UDF ഭരിക്കുന്ന കാലം മുതലുള്ള അവിടെ നമ്മൾ നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. ശ്രീ കെ എസ് ഹംസ ഈ ധാർമ്മികത നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചെങ്കിലും അതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. ഇവിടെ ഇ.പി. ജയരാജന്റെ കേസടക്കം ശ്രീ റെജി ലൂക്കോസ് നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അതായത് ഞങ്ങൾ UDF-നേക്കാൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് എന്നൊരു അവകാശവാദം LDF-നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആ അവകാശവാദം സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തമായിട്ട് LDF-ന്റെ മുകളിൽ നിൽക്കുന്നു. ഇ.പി. ജയരാജൻ അടക്കമുള്ള ആളുകൾ കുറെ കൂടെ പിന്നിലുള്ള ഉദാഹരണങ്ങൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമായിട്ട് എന്താണ് ഈ കാര്യത്തിലൊരു സംഗതി എന്ന് വിചാരിക്കുകയല്ലേ ജനം? അത് മുഖ്യമന്ത്രിയുടെ തന്നെയും വീഴ്ചയല്ലേ? പഴയ കാലത്ത് എൻ്റെ മുന്നണിയും പാർട്ടിയും ഈ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്ന് കണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ മാറി നിൽക്കൂ ജലീലെ, നമുക്ക് പിന്നീട് തീർപ്പാക്കാം എന്ന് പറയേണ്ടതായിരുന്നില്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, അങ്ങനെ ഒരു ആദ്യഘട്ടം ഇല്ലല്ലോ. പി കെ ഫിറോസ് ഇവിടെ ഒരു കഥയുമായിട്ട് രംഗത്തിറങ്ങി അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു മന്ത്രിയെ മാറ്റാൻ മാത്രം മണ്ടന്മാരാണോ? അതെന്ത് ജനാധിപത്യ? അങ്ങനെയാണ്. ആദ്യഘട്ടത്തിലൊരു ഘട്ടമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ലോകായുക്തയുടെ വിധി എന്ന് പറയുന്നതിനകത്ത് പോലും എനിക്ക് സംശയമുണ്ട്. ലോകായുക്ത ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വിധിയുടെ പകർപ്പ് കൈ കിട്ടിയ ഉടനെ തന്നെ അധികം താമസിക്കാണ്ട് രാജിവെച്ച് മാറിയ ഒരു മന്ത്രിയുടെ ധാർമ്മികത എന്നുള്ള ഒറ്റ വശമേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. വേറെ അതായത് രാജിവെച്ചതെന്നുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അംഗീകരിക്കല്ലോ. ആ യാഥാർത്ഥ്യത്തോട് ചേർത്ത് വെച്ചോണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞു ചോദിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇവർക്ക് ആപ്ലിക്കബിൾ അല്ല? ഇനി സനീഷ് ചോദിച്ചിട്ട് മറുപടി പറയാം. ഇവിടെ AK ശശീന്ദ്രൻ രാജിവെച്ചു, തോമസ് ചാണ്ടി രാജിവെച്ചു, അതുപോലെ തന്നെ അങ്ങനെ ബഹുമാനപ്പെട്ട ഇ.പി. ജയരാജൻ രാജിവെച്ചു. ഇവരൊക്കെ രാജിവെച്ച് എന്തിന്റെ പേരില്ല? ഇവരൊക്കെ ധാർമ്മിക രാഷ്ട്രീയ മൂല്യങ്ങൾ കൈപിടിച്ചോണ്ടാ. അതേ അളവ് പോലെ തന്നെയാണ് കെ ടി ജലീലിനെ രാജിവെച്ചിരിക്കുന്നത്. പിന്നെ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ശത്രുതയുടെ പേരിൽ കെ ടി ജലീലിനെ ബലിയാടാക്കാനായിട്ടാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനൊന്നും ഒരുപക്ഷെ ഇടതുപക്ഷം തയ്യാറാകത്തില്ല. അത് മുഖ്യമന്ത്രിയും ഈ സർക്കാരും തയ്യാറാകത്തില്ല. കാരണം അദ്ദേഹത്തിനോട് ചെയ്തിരിക്കുന്നത് കാട്ടിക്കൂട്ടിയിരിക്കുന്ന അതിക്രമങ്ങൾ കേരളത്തിനറിയാം. ഒറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ സമർത്ഥിക്കാം. 3 തവണ ഇഡിയും കസ്റ്റംസും അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് നിന്ന് മൊഴിയെടുത്തു. 3 തവണ അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം അവിഖ്യാതികളാണ് ഫിറോസ് സഹിതമുള്ളവർ ഇവിടെ പുറത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഖുറാനകത്ത് സ്വർണം കടത്തി, അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന്റെ കുരു മാറ്റിയിട്ട് അതിനകത്ത് സ്വർണം കയറ്റി
എന്നെല്ലാം പറഞ്ഞുകൊണ്ടല്ല ആ മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ കേരളത്തിൽ വേട്ടയാടി. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പഴുതിൽ അവർക്ക് പിടിക്കാൻ പറ്റുമോ? കേരള സർക്കാരിനെ അല്ല, കേരള സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി മാത്രം ലാൻഡ് ചെയ്ത ഏജൻസികൾക്ക് ഇദ്ദേഹത്തിനെ കരുവാക്കിയിട്ട് പോലും ഇദ്ദേഹത്തിന്റെ പേര് പോലും കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറയാൻ പറ്റുമോ? ആ കാര്യത്തിൽ ആ വിഷയങ്ങളിലെല്ലാം ജലീൽ പറയുന്നതും താങ്കൾ പറയുന്നിടത്ത് തന്നെയാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയാണല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഞാൻ തിരിച്ചു വരാം താങ്കളുടെ കടുക. ജയശങ്കർ, ഇവിടെ ഈ ധാർമ്മികത, നേരത്തെ ശ്രീ കെ ഹംസ അത് രസകരമായി തന്നെയും പറഞ്ഞുവല്ലോ, ധാർമ്മികത എന്നത് ഇടതുപക്ഷത്തിന്റെ മാത്രം ഒരു ബാധ്യതയാണ്, അതുകൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നു എന്നൊരു നിലയില്ലേ യഥാർത്ഥത്തിൽ? അത് കാണുമ്പോൾ നമ്മളെല്ലാം കൂടെ അങ്ങനെ കാണണ്ടേ? അല്ല എന്ന് പറഞ്ഞൂടെ, ഈ ധാർമ്മികത എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു സനാതന മൂല്യമാണ്. പണ്ട് തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചത് തുറങ്ങുന്നു. ധാർമ്മികമായ ഉത്തരവാദിത്വം, തീവണ്ടി പറഞ്ഞതിന് മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് അല്ല. പിന്നീട് നിതീഷ് കുമാറും അങ്ങനെ ചെയ്ത് വടക്കേ ഇന്ത്യയിൽ വലിയ ഒരു തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹം റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അങ്ങനെയൊക്കെയുള്ള നിരവധി അനുഭവങ്ങൾ ഇതുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാതെ പിടിച്ചു നിന്നവർക്ക് വലിയ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയപ്പോൾ അവർ രാജിവെക്കാൻ കൂട്ടാക്കിയില്ല. അതേ തുടർന്ന് എന്ത് സംഭവിച്ചു? പ്രതിപക്ഷം വലിയ പ്രക്ഷോഭം നടത്തി. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കണ്ടീഷണൽ സ്റ്റേ കിട്ടി. കണ്ടീഷണൽ സ്റ്റേ എങ്ങനെയാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നുള്ള വ്യാഖ്യാനത്തെക്കുറിച്ച് പല തർക്കങ്ങളും ഉണ്ടായി. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റുപോകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇവിടെ CH മുഹമ്മദ് കോയയുടെയും KM മാണിയുടെയും തെരഞ്ഞെടുപ്പ് കേസുകൾ ഉണ്ടാവുന്നത്. ആ ഉത്തരവ് വന്ന അന്ന് തന്നെ ഇവർ രണ്ടുപേരും രാജിവെച്ചു. കാരണം എന്താ വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ അനുഭവം ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ രീതിയിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ആ സെക്കൻഡിൽ രാജിവെച്ചു. ഹൈക്കോടതിയുടെ വിധി വന്നത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ വൈകുന്നേരമായപ്പോഴത്തേക്കും KM മാണി രാജിവെച്ചു. അതുപോലെ തന്നെ മുഹമ്മദ് കോയൻ രാജിവെച്ചു. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വെച്ചു. അവർ രണ്ടുപേരും തിരിച്ചു. അതാണ് നമ്മുടെ നാട്ടിലൊരു നാട്ടുനടപ്പ്. അതാണ് കോടതിയുടെ വിധി അല്ലെങ്കിൽ പ്രതികൂല പരാമർശം. കരുണാകരനെതിരായിട്ട് എന്തുണ്ടായിരുന്നു? കരുണാകരനെ കോടതി ശിക്ഷിക്കുകയൊന്നും ചെയ്തില്ല. ഹൈക്കോടതിയിൽ അത് 2 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിൽ ഒരു ജഡ്ജിയുടെ വിധിയിൽ ഇങ്ങനെ ഒരു വാചകം ഉണ്ടായിരുന്നു. എന്താ വാചകം എന്നറിയോ? സത്യം തുറന്നു പറയാനല്ല, സത്യം മൂടി വെക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലത്തിലുള്ളത് എന്നുള്ളതാണ്. സത്യം തുറന്നു പറയാനല്ല, മൂടി വെക്കാനുള്ള ശ്രമമാണ്. സത്യം മൂടി വെക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആദ്യം ആവശ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാരാണ്. ദേശാഭിമാനിയേക്കാൾ മുമ്പ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എഡിറ്റോറിയൽ എഴുതി വീക്ഷണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അത് കോൺഗ്രസിനും BJPക്കും എല്ലാവർക്കും ബാധകമുണ്ട്. ഇപ്പോൾ MJ അക്ബർ എന്തുകൊണ്ട് രാജിവെച്ചത്? അദ്ദേഹത്തിനെതിരെ മീ2 ആരോപണം ഉണ്ടായി. വെറും ആരോപണമാണ്. എത്രയോ കൊല്ലം മുമ്പ് നടന്ന സംഭവം. ആ MJ അക്ബർ ആദ്യം രാജിവെക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പിന്നീട് രാജിവെച്ചു. അങ്ങനെയല്ലേ സാധാരണ നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു സാധാരണ നടപടിക്രമമുണ്ട്. ജലീൽ ഇത്ര നാൾ രാജിവെക്കാതിരുന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അദ്ദേഹം ലോകായുക്തയിൽ നിന്ന് ഒരു പ്രതികൂല ഉത്തരവ് ചോദിച്ചു വാങ്ങിച്ചു എന്ന് നമുക്കിവിടെ പറയാം. ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം രാജിവെക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അതിന് പകരം ഈ ചെറിയ കാര്യം, ഈ ചുണ്ടങ്കം കൊടുത്ത് വഴുതനങ്കം വാങ്ങിക്കാന്ന് പറഞ്ഞ രീതിയിലായി. പക്ഷേ ഒറ്റ കാര്യോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. സനീഷ്, എനിക്ക് കൗതുകരമായിട്ട് തോന്നിയത് ആ ജലീൽ രാജിവെച്ചു പോയി ഞാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പോണേക്ക് പകരം അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അതുപോലെ ഷാജിക്കെതിരെ ഈ ഇബ്രാഹിം കുഞ്ഞിനെതിരെയൊക്കെ ഒളിയമ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ദുസ്സൂചനകളുള്ള ഒരു വലിയ പോസ്റ്റ് ഇട്ടിട്ട് പോയത് വളരെ മോശമായി പോയി. കാരണം ഇന്ന് റംസാൻ മാസത്തിൻ്റെ 1-ാം തീയതിയാണ്. ഈ റംസാൻ മാസത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ പാപകർമ്മങ്ങൾ ചെയ്യരുത്. മനുഷ്യർ ദൂഷിക്കുന്നത് ഒരു പാപകർമ്മമാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഖുറാനും ഹദീസൊക്കെ കാണാതെ പഠിച്ച് വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് അദ്ദേഹത്തിൻ്റെ ബിരുദം, മറ്റേ ഗവേഷണ ബിരുദമൊക്കെ ഉള്ളത്. അദ്ദേഹത്തെ പോലൊരാൾ, ഒരു പണ്ഡിതനായ ഒരാൾ, ഇപ്പം ഞാൻ എന്നെ പോലുള്ള ആളുകൾ പറഞ്ഞതിൽ കാര്യമില്ല, ഒരു പണ്ഡിതനായ ഒരു വ്യക്തി ഇതുപോലെ ഒരു ഈ ഗീബത്ത് എന്ന് പറയും ഈ മുസ്ലിം ഇതിൽ പരദൂഷണം ചെയ്ത് രാജിവെച്ച് പോയിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ചെയ്ത പുണ്യത്തിൻ്റെ ഫലം അതുകൊണ്ട് ലാപ്സായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് അതൊക്കെ ഉള്ളതാണല്ലോ ആരോപണങ്ങളെന്ന ഒരു വാദം മുന്നോട്ട് വെക്കാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ശ്രീ കെ ഹംസ, താങ്കൾ എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഉള്ളത് പറയുന്നതും പരദൂഷണത്തിൻ്റെ അകത്ത് വരും. ഉള്ളതും പറയാൻ പാടില്ല, മറ്റുള്ളവരെ ദുഷിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരി, ശ്രീ കെ ഹംസ, വളരെ പെട്ടെന്ന് താങ്കൾ അവസാനിപ്പിച്ചു. എൻ്റെ സമയം കഴിഞ്ഞു. ഉള്ളതാണെങ്കിലും ഒരു തൻ്റെ സുഹൃത്തിന് ഇഷ്ടപ്പെടാത്ത കുറ്റം ആരോപിക്കുന്നത് പരദൂഷണത്തിന്റെ ഭാഗമാണ്, ഗീബത്തിന്റെ ഭാഗമാണ്. തെറ്റാണ്. ഈ നല്ല അതുകൊണ്ടല്ലേ ഞാനും പറഞ്ഞത് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ശവത്തെ കുത്തുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ ഒരു വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്.
ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട്. ധാർമ്മികത എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഞാൻ ശ്രീ റെജി ലൂക്കോസിനോട് കൂടി ഞാൻ പറയുകയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ കെ എസ് ഹംസ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ പി കെ ഫിറോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ കെ എസ് ഹംസ, താങ്കൾക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള അവകാശം എന്തായാലും ഉണ്ട്. കാരണം ഞങ്ങൾ ധാർമ്മികത പറയാറില്ല എന്നും താങ്കൾ സത്യസന്ധമായിട്ട് പറഞ്ഞു. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന ജലീൽ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു എന്ന പോയിന്റും വ്യക്തമായിട്ട് താങ്കൾ പറഞ്ഞു. അതുകൊണ്ട് താങ്കൾ എന്തെങ്കിലും പിശകായിട്ടോ അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യമോ ഇന്ന് പറഞ്ഞില്ല എന്നത് ആ നിലയ്ക്ക് ഗുണകരമായിട്ട് തോന്നുന്നു. വളരെ നന്ദി. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നേരത്തെ സൂചിപ്പിച്ച് പറഞ്ഞു പോകുന്നതിനിടയിൽ വന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഈ MJ അക്ബറിനെതിരായ മീ ടു കേസിൽ അവർക്ക് വെറുമൊരു ആരോപണം എന്ന നിലക്കല്ല അത് കണ്ടത്. അത് MJ അക്ബറിനെതിരായിട്ട് ഈ പരാതിക്കാരിയുടെ ആരോപണം ശരിയാണ് എന്ന നിലക്കുള്ള ഒരു വിധിയായിരുന്നു കോടതിയുടെ ഭാഗത്ത് വന്നത് എന്നതുകൂടെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ കെ എസ് ഹംസ, റെജി ലൂക്കോസ്, പി കെ ഫിറോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ശ്രീ കെ ടി ജലീലിൻ്റെ രാജി നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിലെയും രാഷ്ട്രീയ ചർച്ചകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതല്ലാതെ നേരിട്ട് വന്ന് സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ കോവിഡ് രോഗബാധിതനായിട്ട് ചികിത്സയിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ജലീലിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം എന്ത് പറയുന്നു എന്നുകൂടെ ഇക്കാര്യത്തിൽ പ്രസക്തമായ കാര്യമാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമോ അദ്ദേഹം എന്ന കാര്യവും കൂടെ വരും ദിവസങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരിക്കൽ കൂടെ അതിഥികൾക്ക് നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ